നമ്മളിപ്പോൾ നിൽക്കുന്നത് വെട്ടിച്ചിറ ടോൾ പ്ലാസയുടെ മുമ്പിലാണ്. മലപ്പുറം ജില്ലയിൽ വരുന്ന ഏക ടോൾ പ്ലാസ ഇതാണ്. ടോൾ പ്ലാസയുടെ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും അതിൽ ഒരുപാട് വർക്ക് വരാനുണ്ട്. ഇപ്പോൾ നിലവിൽ ഗ്രൗണ്ട് ലെവലിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുമ്പോൾ വെട്ടിച്ചിറ എത്തുന്നതിൻ്റെ തൊട്ടുമുമ്പായിട്ടാണ് ഈ ടോൾ പ്ലാസ വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് ഇവിടുന്നാണ്. കൃത്യം ഇവിടുന്ന് തന്നെയാണ് പുതിയ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നത്. ഇടതുഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പോകുന്നത് വെട്ടിച്ചിറ ഭാഗത്തേക്കാണ്. വെട്ടിച്ചിറ ഭാഗത്ത് വരുന്നത് ഒരു ഫ്ലൈ ഓവർ ആണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. അപ്രോച്ച് റോഡിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാഹനങ്ങൾ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. വെട്ടിച്ചിറ മുതൽ പുത്തനത്താണി വരെയുള്ള NH-66 വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് വെട്ടിച്ചിറ ടൗണിലാണ്. ഇവിടെ വരുന്നത് ഒരു ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവറിലേക്ക് വേണ്ട ഡിവൈഡറുകളൊക്കെ ക്രെയിനിൻ്റെ സഹായത്തോടെ എടുത്തു കൊടുക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. നിലവിൽ ഈ ഫ്ലൈ ഓവറിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് വലത് ഭാഗത്തേക്ക് പോകുന്നത് കാടാമ്പുഴ റോഡാണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. വളരെ വേഗത്തിലാണ് ഇവിടുത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ മാറ്റങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞതിന് ശേഷമുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇനി മാസ്റ്റിക് പാഡിൻ്റെ വർക്കാണ് വരാനുള്ളത്. ഫ്ലൈ ഓവർ കഴിഞ്ഞതിന് ശേഷമുള്ള അപ്രോച്ച് റോഡിൽ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് പുത്തനത്താണി ഭാഗത്തേക്കാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും കാണാൻ ആഗ്രഹിക്കുന്ന ഭാഗം കമൻറ്റ് ചെയ്യുക. ഞാൻ ആ ഭാഗം ചെയ്യുന്നതായിരിക്കും. വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെയൊക്കെ സെൻട്രൽ ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വെട്ടിച്ചിറയിലുള്ള ആ വലിയ വീടിൻ്റെ മുമ്പിലാണ്. വെട്ടിച്ചിറ ഭാഗത്ത് കൂടെ പോകുന്നവർ എന്തായാലും ഈ വീട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. ഈ ഭാഗം നമ്മൾ ഇതിൻ്റെ മുമ്പ് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയൊരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് മനസ്സിലാകാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആർദ്രം ഹോസ്പിറ്റൽ. ഈ വലിയ വീടിൻ്റെ മുമ്പിലാണ് ആർദ്രം ഹോസ്പിറ്റൽ വരുന്നത്. ആർദ്രം ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സെൻട്രൽ ഭാഗത്താണ് വർക്ക് നടക്കാനുള്ളത്. വാഹനങ്ങൾ കടന്നു പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് നേരെ നിലവിലുള്ള ഹൈവേയിലേക്കാണ് കണക്റ്റ് ആകുന്നത്. ഇവിടെ ഇടത് ഭാഗത്തൂടെയാണ് NH-66 പോകുന്നത്. നമ്മളെ മുമ്പിൽ ഇപ്പോൾ കുറച്ച് വാഹനങ്ങൾ കൂട്ടിയിട്ടതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇടത് ഭാഗത്ത് ഗ്രൗണ്ട് ലെവലിൽ ഫൗണ്ടേഷനും അതിൻ്റെ മുകളിൽ ഗ്രൗണ്ട് വാളിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ഒരു പാലത്തിൻ്റെ മുകളിലേക്കാണ്. ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ ഭാഗമായിട്ട് മണ്ണിടുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തുള്ള വാളിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ മണ്ണിടുന്ന വർക്ക് ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നേരെ പോകുന്നത് പാലത്തിൻ്റെ മുകളിലേക്കാണ്. ഇവിടെ പാലവും അപ്രോച്ച് റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന വർക്ക് പെൻഡിങ് ഉണ്ട്. പാലത്തിൻ്റെ മുകളിൽ വലത് ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഇടത് ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട്. ഈ പാലത്തിൻ്റെ വലത് ഭാഗത്തു കൂടെയാണ് നിലവിലുള്ള ഹൈവേ കടന്നു പോകുന്നത്. പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാലം കഴിഞ്ഞതിന് ശേഷമുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇവിടെ പെൻഡിങ് ഉള്ളത്. ഈ അപ്രോച്ച് റോഡിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന വർക്കാണ് അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടത് ഭാഗത്തു കൂടി പോകുന്ന റോഡ് കുട്ടികളത്താണി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ ഇടത് ഭാഗത്ത് പാലത്തിൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് പുത്തനത്താണി ഭാഗത്തേക്കാണ്. നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ സെൻട്രൽ ഭാഗത്ത് റോഡിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാഹനങ്ങൾ പോകുന്നത് ഇടത് ഭാഗത്തെ റോഡിലൂടെയാണ്. ഇടത് ഭാഗത്തെ സർവീസ് റോഡും അതുപോലെ തന്നെ ഇടത് ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെട്ടിച്ചിറയും പുത്തനത്താണിയും വേറെ വേറെ ഭാഗങ്ങളായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും വെട്ടിച്ചിറ മുതൽ പുത്തനത്താണി വരെയുള്ളൊരു ഭാഗം ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെയൊക്കെ സെൻട്രൽ ഭാഗത്തെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇടത് ഭാഗത്തെ ഡ്രെയിനേജിൻ്റെയും സർവീസ് റോഡിൻ്റെയും വർക്കാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെയും അതേപോലെ തന്നെ ഡിവൈഡറിൻ്റെയും വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വലത് ഭാഗത്തുള്ള സർവീസ് റോഡിൽ വർക്ക് നടക്കുന്നില്ലെങ്കിലും അതിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഇടത് ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും നിർബന്ധമായും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ കമൻറ്റിൽ അറിയിക്കുന്നത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ നേരെ പോകുന്നത് പുത്തനത്താണി ഭാഗത്തേക്കാണ്. ഇവിടെ വാഹനങ്ങൾ പോകുന്നത് നിലവിലുള്ള ഹൈവേയിലൂടെയാണ്.
രണ്ട് ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് വർക്ക് പെൻഡിങ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇവിടെ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷമായിരിക്കും സെൻട്രൽ ഭാഗത്തുള്ള വർക്ക് നടക്കുക. ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് നിലവിലുള്ള ഹൈവേയിലൂടെ ആണെങ്കിലും ഇരുചക്ര വാഹനങ്ങളൊക്കെ വലത് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നിലവിലുള്ള ഹൈവേ ഇടത് ഭാഗത്തുകൂടെ നേരെ പുത്തനത്താണി ടൗണിലേക്കാണ് പോകുന്നത്. എന്നാൽ NH66 വലതു ഭാഗത്തുകൂടെ പുത്തനത്താണി ടൗണിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മണ്ണെടുക്കാനുണ്ട്. ഇവിടെയൊക്കെ റോഡ് അടിയിലൂടെയാണ് പോകുന്നത്. ഈ റോഡിൻ്റെ ഇടത് ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പുത്തനത്താണി ബസ് സ്റ്റാൻഡ്. പുത്തനത്താണി ഭാഗത്ത് വരുന്നത് ഓവർപാസ് ആണ്. ഈ ഓവർപാസ് പുത്തനത്താണി ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് വരുന്നത്. ഓവർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടത് ഭാഗത്ത് കുറച്ചുകൂടെ ബിൽഡിംഗ് പൊളിക്കാനുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുക. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്തനത്താണി ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ മണ്ണെടുക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിലൂടെ വലത് ഭാഗത്തെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇടത് ഭാഗത്തെ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇനിയും ഒരുപാട് മണ്ണെടുക്കാനുണ്ട്. മണ്ണെടുത്തതിൻ്റെ ശേഷം അടിയിലൂടെയാണ് ഇവിടുത്തെ 6 വരി പാത പോകുന്നത്. രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിനും താൽക്കാലികമായിട്ടുള്ള ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബൈപ്പാസ് സംഭവിക്കുന്നതോടുകൂടി പുത്തനത്താണിയുടെ വാഹന ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കൂടി ആവുകയാണ്. ഇടത് ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ ഭാഗത്ത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റ് നീക്കം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുക. ഇവിടുന്ന് വളരെ വേഗതയിൽ തന്നെയാണ് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് മണ്ണെടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പുത്തനത്താണി ബൈപ്പാസിൻ്റെ എൻഡിലാണ്. ഇവിടെ നിലവിൽ പുത്തനത്താണി ടൗണിൽ നിന്ന് വരുന്ന ഹൈവേയിലേക്കാണ് ഈ ബൈപ്പാസ് റോഡ് കണക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ കഴിഞ്ഞ വീടിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് മണ്ണെടുക്കുന്ന വർക്ക് നടക്കുന്നതോടൊപ്പം ഇടത് ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വാഹനങ്ങൾ പോകുന്നത് നിലവിലുള്ള ഹൈവേയിലൂടെയും അതേപോലെ തന്നെ വലത് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെയുമാണ്. ഈ ഭാഗങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഭാഗമാണ്. ചില ഭാഗത്തൊക്കെ ഉയർന്ന പ്രദേശങ്ങളാണ്. ആ ഭാഗത്തുനിന്ന് മണ്ണെടുക്കേണ്ടതായി വരുന്നുണ്ട്. അതേപോലെ തന്നെ ചില പ്രദേശങ്ങളൊക്കെ താഴ്ന്ന പ്രദേശങ്ങളാണ്. ഇങ്ങനത്തെ ഭാഗത്തൊക്കെ മണ്ണിട്ട് പൊന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മണ്ണിട്ട് പൊന്തിച്ചൊരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ഒരുപാട് ഡിവൈഡറുകളൊക്കെ കൂട്ടിയിട്ടതായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ആ മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തേക്കാണ്. ഇവിടെ വലത് ഭാഗത്ത് പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് ഉയർത്തിയ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുത്തെ വലത് ഭാഗത്ത് സർവീസ് റോഡ് പോകുന്നത് ഹൈവേൻ്റെ കുറച്ചധികം അടിയിലൂടെയാണ്. എന്നാൽ ഇടത് ഭാഗത്ത് സർവീസ് റോഡ് പോകുന്നത് ഏകദേശം ഹൈവേയുടെ അതേ ഉയരത്തിലാണ്. ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനി ഇതിൻ്റെ മുകളിൽ CTSBൻ്റെ വർക്ക് വരാനുണ്ട്. ഇപ്പോൾ നിലവിൽ ഇടത് ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് അതിരുമട ഭാഗത്തേക്കാണ്. അതിരുമട വരുന്നത് കുറച്ചൊരു ഉയർന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടുത്തെ മണ്ണെടുത്തതിന് ശേഷം മാത്രമായിരിക്കും 6 വരി പാത ഇതിലൂടെ പോകുക. പുത്തനത്താണി കഴിഞ്ഞതിന് ശേഷം സ്വാഗതമാട് വരെ ഒരുപാട് ഉയർന്നും താഴ്ന്നുമുള്ള പ്രദേശങ്ങൾ വരുന്നുണ്ട്. അതിനാൽ ഇവിടെ ഒരുപാട് ഓവർപാസും അണ്ടർപാസും വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ നേരെ അതിരുമട ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തൊക്കെ സെൻട്രൽ ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മണ്ണെടുക്കുന്ന വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. മണ്ണെടുക്കുന്നതോടൊപ്പം സർവീസ് റോഡ് പൊളിഞ്ഞു പോകാതിരിക്കാൻ അതോടൊപ്പം സോയിൽ നെല്ലിങ്ങിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരുമട ഓവർപാസ് ആണ്. ഈ ഓവർപാസ് എത്തുന്നതിന്റെ മുമ്പുള്ള ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരുപാട് മണ്ണെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓവർപാസിന്റെ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം ഗ്രൗണ്ട് ലെവലിൽ ഡ്രെയിനേജിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മണ്ണെടുക്കുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും സർവീസ് റോഡിന് സോയിൽ നെയിലിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുത്തനത്താണിയുടെ അപ്ഡേഷൻ ചോദിച്ച റിക്വസ്റ്റ് വീഡിയോയുടെ അവസാന ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.